അറസ്റ്റിനെ രാഷ്ട്രീയ ആയുധമാക്കി PV അൻവർ. അൻവറിന് പിന്തുണയേകി താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. അൻവറിനെ ചൊല്ലി UDF-ൽ ഭിന്നത. KPCC രാഷ്ട്രീയ കാര്യസമിതി യോഗം നിർണായകം. സമീപകാലത്ത് കൈക്കൊണ്ട രാഷ്ട്രീയ കരുനീക്കങ്ങൾ ഒന്നൊന്നായി പാളിപ്പോയ PV അൻവർ MLA ഇപ്പോഴത്തെ അറസ്റ്റിനെ സർക്കാരിനെതിരായ ആയുധമാക്കി മാറ്റാനും അതുവഴി UDF-ൽ ഇടം പിടിക്കാനുമുള്ള കഠിനാധ്വാനത്തിലാണ്. വനം ഭേദഗതി നിയമത്തിനെതിരെ അൻവർ നടത്തിയ പ്രക്ഷോഭയാത്രയോട് സഹകരിക്കേണ്ടതില്ല എന്ന നിലപാട് കൈക്കൊണ്ട UDF നേതാക്കളും ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ അൻവറിന് അനുകൂലമായാണ് പ്രതികരിക്കുന്നത്. ഇത് അൻവറിന് പ്രതീക്ഷ നൽകുന്നുമുണ്ട്. നിലമ്പൂർ നോർത്ത് DFO ഓഫീസിൽ അൻവറിന്റെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ അതിക്രമിച്ച് കടക്കുകയും പൂട്ടുകൾ തകർത്ത് സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. ഈ കേസിൽ ഒന്നാം പ്രതിയാണ് PV അൻവർ. വന്യമൃഗങ്ങളുടെ അതിക്രമത്തിൽ ഒട്ടേറെ പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും കൃഷിഭൂമികൾ തകർക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രക്ഷോഭയാത്ര നടത്തിയതെന്നാണ് DMK അവകാശപ്പെടുന്നത്. ആനയും പന്നിയും അടക്കമുള്ള വന്യമൃഗങ്ങളെ വേണ്ടിവന്നാൽ കൊല്ലണമെന്ന വിധത്തിൽ അൻവർ നടത്തിയ പ്രസംഗം ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. ഓഫീസ് ആക്രമണ കേസിൽ ഒന്നാം പ്രതിയായ അൻവറിന് മാധ്യമങ്ങളെ കാണാനും ഫേസ്ബുക്കിൽ പ്രതികരണങ്ങൾ നടത്താനും അനുവാദം നൽകിയതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാത്രി 9:30-ഓടെ ഒതായിയിലെ വീട് വളഞ്ഞാണ് അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനപ്രതിനിധി ആയതുകൊണ്ട് മാത്രമാണ് അറസ്റ്റിന് വഴങ്ങുന്നതെന്നും അല്ലെങ്കിൽ പിണറായിയുടെ അപ്പന്റെ അപ്പൻ വിചാരിച്ചാലും തന്നെ അറസ്റ്റ് ചെയ്യാനാകില്ല എന്ന മട്ടിൽ അത്യന്തം പ്രകോപനപരമായാണ് അപ്പോഴെല്ലാം അൻവർ പ്രതികരിച്ചത്. അൻവറിന്റെ ഈ വിധം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയം അറിയാവുന്നതിനാലാണ് ആദ്യഘട്ടത്തിലൊന്നും അൻവറിന് പിന്തുണ നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാതിരുന്നത്. എന്നാൽ അൻവറിന് പിന്തുണ നൽകി താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ രംഗത്ത് വന്നതോടെയാണ് അൻവറിനെ പിന്തുണയ്ക്കാൻ UDF നേതൃത്വം നിർബന്ധിതരായത്. അൻവറിന് UDF-ൽ അംഗത്വം നൽകണോ എന്ന കാര്യത്തിൽ KPCC രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അറസ്റ്റ് വഴി അൻവറിന് ലഭിക്കുന്ന വലിയ പ്ലസ് പോയിന്റും ഇതുതന്നെയാണ്. ഇടതുപക്ഷവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തെത്തുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തനിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമെന്നും തന്നെ സ്വീകരിക്കാൻ മറ്റ് പാർട്ടികൾ കാത്തു നിൽക്കുമെന്നുമൊക്കെയായിരുന്നു PV അൻവറിന്റെ കണക്കുകൂട്ടൽ. അതൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, മുന്നണികളിലും മറ്റ് പാർട്ടികളിലുമൊക്കെ ചേക്കേറാൻ അൻവർ നടത്തിയ എല്ലാ നീക്കങ്ങളും പാളിപ്പോവുകയും ചെയ്തു. അൻവർ രൂപീകരിച്ച ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന DMK-യുടെ പ്രസക്തി പോലും നഷ്ടമാകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത്. വനനിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭം വഴി പിണറായി സർക്കാരിനെതിരെ ജനവികാരം വളർത്താനും മലയോര കർഷകരുടെ പിൻബലം ആർജിക്കാനുമുള്ള നീക്കമാണ് അൻവർ നടത്തിവന്നത്. വനനിയമം ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം വിവിധ ക്രൈസ്തവ സഭകൾ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. ഇതേ ആവശ്യം ഉയർത്തി അൻവർ രംഗത്ത് വന്നത് ക്രൈസ്തവ സഭകളുടെ പിന്തുണ നേടിയെടുക്കാം എന്ന് കരുതിയാണ്. അതുവഴി രാഷ്ട്രീയ വിലപേശൽ നടത്തി UDF-ൽ പ്രവേശനം ഉറപ്പിക്കാമെന്നും അൻവർ കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ മുന്നണിയെ സമ്മർദ്ദത്തിലാഴ്ത്തി വിലപേശൽ നടത്താനുള്ള നീക്കമാണ് വനനിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തിലൂടെ അൻവർ ലക്ഷ്യമിടുന്നതെന്ന് തിരിച്ചറിഞ്ഞ UDF നേതൃത്വം ഇതിനെതിരെ കർക്കശ നിലപാട് കൈക്കൊണ്ടു. അൻവറിന്റെ സമരപരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കാൻ അവർ പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. പ്രക്ഷോഭയാത്രയുടെ ഉദ്ഘാടകനായിരുന്ന വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അവസാന നിമിഷം വിട്ടുനിന്നത് ഇതിനെ തുടർന്നാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള UDF-ലെ പല ഘടകകക്ഷികളും പ്രക്ഷോഭയാത്രയെ അവഗണിച്ചത് PV അൻവറിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന അണിയറ നീക്കങ്ങളാണ് ഈ വിധത്തിൽ അൻവറിന് തിരിച്ചടിയായത്. അൻവറിന്റെ രാഷ്ട്രീയ അജണ്ട പിണറായി വിരുദ്ധത മാത്രമായി ഒതുങ്ങിപ്പോകുന്നതിലും രാഹുൽ ഗാന്ധിയെ നിരന്തരം വിമർശിക്കുന്നതിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതിലുമെല്ലാം UDF നേതാക്കൾക്ക് കടുത്ത അസംതൃപ്തിയാണ് ഉണ്ടായിരുന്നത്. അൻവർ മുന്നണിയിൽ എത്തുന്നതിനോട് താൽപ്പര്യമില്ലാത്ത VD സതീശനാകട്ടെ ഈ സാഹചര്യത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് അൻവറിന്റെ പ്രക്ഷോഭയാത്രയെ UDF പ്രവർത്തകർ ബഹിഷ്കരിച്ചത്. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ മലയോര കർഷകരുടെ പിന്തുണ അൻവറിനൊപ്പമാണെന്നും അതിനാൽ അൻവറിനോടുള്ള സമീപനത്തിൽ പുനഃപരിശോധന ആവശ്യമാണെന്ന വാദമാണ് UDF-ൽ ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. മലയോര കർഷകരുടെയും ക്രൈസ്തവ സഭകളുടെയും പിന്തുണ ആർജിക്കാനുള്ള നീക്കവും ഇതിനു പിന്നിലുണ്ട്. അതേസമയം അൻവറിനെതിരായ പോലീസ് നടപടി എടുത്തുചാട്ടമായെന്ന വിധത്തിലുള്ള വികാരം ഒരു വിഭാഗം CPM നേതാക്കൾക്കുമുണ്ട്.
നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ വക്താവായ അൻവർ തനിക്കെതിരായ അറസ്റ്റിനെ ആയുധമാക്കി രക്തസാക്ഷി പരിവേഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പായതിനാൽ അത്തരം അന്തരീക്ഷം ഒഴിവാക്കി അൻവറിന് മൈലേജ് കിട്ടുന്ന വിധത്തിൽ വീട് വളഞ്ഞു നടത്തിയ അറസ്റ്റ് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് ഒരു വിഭാഗം CPM നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അൻവറിനെ അറസ്റ്റ് ചെയ്തത് CPMന്റെ പ്രതികാര നടപടികൾ ആണെന്ന വിധത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അൻവർ കോൺഗ്രസിലെത്തുന്നതിനോട് സതീശന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ തന്റെ ആദ്യകാല സഹപ്രവർത്തകൻ വീണ്ടും കോൺഗ്രസിലെത്തുന്നതിനോട് KPCC അധ്യക്ഷൻ K സുധാകരന് താല്പര്യമാണുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്കുള്ളതും അതേ വികാരം തന്നെ. അതുകൊണ്ട് തന്നെ ഈ മാസം 12-ന് നടക്കുന്ന KPCC രാഷ്ട്രീയ കാര്യസമിതി യോഗം അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അൻവർ കോൺഗ്രസിനകത്ത് എത്തുമോ അതോ പുറത്താകുമോ എന്ന് അന്ന് അറിയുകയും ചെയ്യാം.